പശ്ചിമേഷ്യയിൽ നിന്ന് വീണ്ടും സംഘർഷ സൂചനകളാണ് പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയും ചില രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈൽ പ്രയോഗം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാന്റെ ബോട്ടുകൾ മുക്കിയെന്നാണ് US അറിയിച്ചത്. ഇറാൻ സേനയെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഹോർമുസിലെ കപ്പൽ നീക്കം പുനഃസ്ഥാപിക്കാൻ US കൊണ്ടുവന്ന പ്രോജക്ട് ഫ്രീഡമാണ് ഇറാന്റെ പ്രകോപനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. രാഷ്ട്രീയ വിഷയത്തിൽ സൈനിക നടപടി പരിഹാരമാകില്ലെന്നാണ് ഇറാന്റെ നിലപാട്. യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലുള്ള അഴിയാക്കുരുക്ക് അഴിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ബഹുതല നിർദ്ദേശം US മുന്നിൽ വെച്ചിരിക്കുകയാണ് ഇറാൻ. സംഘർഷം അടിയന്തരമായി പരിഹരിക്കുക, ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള സങ്കീർണമായ ദീർഘകാല തർക്കങ്ങൾ പിന്നീട് പരിഗണിക്കുക എന്നതാണ് ഇറാന്റെ പുതിയ 14 സമാധാന നിർദ്ദേശത്തിലുള്ളതെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. 30 ദിവസം കൊണ്ട് നടപ്പാക്കത്തക്ക വിധത്തിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലും സമീപത്തുമുള്ള സംഘർഷത്തിന് ഇളവ് വരുത്താനുള്ള സന്നദ്ധത ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പകരം ഹോർമുസിൽ US ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധത്തിൽ ഇളവുണ്ടാകണം. ഇറാന്റെ എണ്ണ കയറ്റുമതിയെ ബാധിക്കുന്ന നിയന്ത്രണങ്ങൾ നീക്കണം എന്നതാണ് ആവശ്യം. നിർണായക ചർച്ചകളിലേക്ക് കടക്കും മുൻപ് ഇരുപക്ഷവും പരസ്പര വിശ്വാസം വളർത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് എന്നാണ് ഇറാൻ കരുതുന്നതെന്നാണ് വിലയിരുത്തലും. ഹോർമുസ് വഴിയുള്ള വ്യാപാരം, എണ്ണക്കടത്ത് എന്നിവയെ ആണവ ചർച്ചകളുമായി ബന്ധപ്പെടുത്തരുത് എന്നാണ് ഇറാന്റെ വാദം. സാമ്പത്തിക പ്രശ്നങ്ങൾ സാധാരണ നിലയിലാക്കിയ ശേഷം ആണവ പദ്ധതി സംബന്ധിച്ച ചർച്ചയാകാമെന്നാണ് അവരുടെ പക്ഷം. അതേസമയം സമാധാനപരമായ ആവശ്യത്തിന് ആണവോർജ്ജം ഉപയോഗിക്കാൻ അവകാശമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. എന്നാൽ സമ്പുഷ്ട യുറേനിയത്തിന്റെ പരിധിയെ കുറിച്ച് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്. നിലവിലുള്ള ഉപരോധങ്ങൾ നീക്കുമെന്ന ഉറപ്പുണ്ടെങ്കിലേ ഇതിന് തയ്യാറാകൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള തങ്ങളുടെ ആണവ അവകാശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കണമെന്ന ആവശ്യവും ഇറാനുണ്ട്. ഭാവിയിൽ ഇറാനു നേരെ സൈനിക നടപടി ഉണ്ടാവില്ല എന്ന ഉറപ്പും 14 നിർദ്ദേശത്തിൽ ആവശ്യപ്പെടുന്നുമുണ്ട്. അതേസമയം ഇറാന്റെ നിർദ്ദേശങ്ങളിൽ തൃപ്തിയില്ല എന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. തനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നതെന്ന് ശനിയാഴ്ച അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാൻ ആണവശക്തിയാകുന്നത് തടയുന്നതിനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാത്ത ഒരു കരാറും ട്രംപ് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നതും. അതിനിടെ മോശം കരാറിലെത്തുകയോ ദുഷ്കരമായ സൈനിക നടപടിയിൽ എത്തിപ്പെടുകയോ ആണ് US മുന്നിലുള്ള വഴിയെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഞായറാഴ്ച പറഞ്ഞു. അടുത്ത ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുമെന്ന് കരുതുന്ന ചൈനീസ് സന്ദർശനം ഇവിടെ പ്രധാനമാണ്. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാറിൽ ഇത് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഏപ്രിലിൽ നടത്താനിരുന്ന സന്ദർശനം യുദ്ധത്തെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. ലോകത്തിന്റെ 1/5 ഊർജ്ജ ഉൽപ്പന്നങ്ങളും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇതിനോടകം ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ചൈനയിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നത് ട്രംപിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും ഉയർന്നിട്ടുണ്ട്. ഇത് വിപണികളെയും ബാധിക്കാൻ ഇടയുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന 5 ചൈനീസ് സ്വതന്ത്ര റിഫൈനറികൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ ചൈന ഔദ്യോഗികമായി തന്നെ തടഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരമൊരു ബ്ലോക്കിംഗ് ഓർഡർ ചൈനീസ് വാണിജ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത്. അമേരിക്കയുടെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് ചൈന ആരോപിച്ചത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന 5 സ്വതന്ത്ര ടീപോട്ട് റിഫൈനറികൾക്കെതിരെ അമേരിക്ക കഴിഞ്ഞ മാസം ഏർപ്പെടുത്തിയ ഉപരോധം ചൈനീസ് മണ്ണിൽ അംഗീകരിക്കാനോ നടപ്പിലാക്കാനോ പാടില്ലെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം ശനിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കി. ഇന്നലെ ആക്രമണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില ഉയരുകയും വിപണികൾ നഷ്ടത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവേശത്തിൽ ഇന്ത്യൻ വിപണി മികച്ച നേട്ടമുണ്ടാക്കിയെങ്കിലും US വിപണി നഷ്ടത്തിലുമായി. ഹോർമുസ് അടഞ്ഞു കിടന്നാൽ US ഇന്ധനവില ഗ്യാലന് $5 പ്രവചനം. ഓഗസ്റ്റിന് മുൻപ് ഹോർമുസിലൂടെ കപ്പൽ നീക്കം സുഗമമാകില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.